ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു സ്പാ ഓണറാണോ? മെജോറിറ്റി സ്പാ ഓണേഴ്സും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫേസ്ബുക്ക് പേജിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇടും, എന്നിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ലീഡ് ജനറേഷൻ ഉള്ള ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ലീഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്പാലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള വരുന്ന അങ്ങനെ സ്പായിൽ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ ലീഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൻ്റെ തന്നെ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ഈ ആഡ്സ് മാനേജറിനെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണവും അതുപോലെ തന്നെ നമ്മളെ ബൂസ്റ്റ് പോസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു റീസണും ചോദിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അതല്ലെങ്കിൽ ക്യാൻവയിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആഡ്സ് മാനേജർ ഉപയോഗിച്ചൊരു മാഡ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി തന്നെ. പലർക്കും ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് മനസ്സിലാവാത്തതുകൊണ്ടാണ് ആ ഒരു ആഡ്സ് മാനേജറിനെ ഒഴിവാക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏത് ബിസിനസ് സ്പാ എന്നല്ല, ഏത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യരുത്. പകരം ആഡ്സ് മാനേജർ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഒരു 1 മന്ത് ആഡ്സ് മാനേജർ വെച്ചിട്ട് അഡ്വർടൈസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആഡ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് പരസ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.